അസ്സലാമു അലൈക്കും. ഇന്നൊരു കുട്ടിപ്പാട്ടും കൊണ്ട് തന്നെ ഞാൻ വന്നിക്കണം കേട്ടോ. അതിന് മുമ്പ് രണ്ട് വാക്ക് നമ്മളെ മസ്റൂറാനെ പറ്റി. മസ്റൂറ, ഫാത്തിമ, നജില, മുസ്താഖ്, മിക്സൽ വളരെ കഷ്ടപ്പെട്ട് ഡബ്ബർ തോട്ടത്തിൽ കൂടെ പാലൂറ്റി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഹാഫിളായി പഠിച്ചിട്ടും അതിനനുസരിച്ച് ജീവിത ദുരിതം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും കുടിയിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു നിവൃത്തികേട് അള്ളാഹു അവളെല്ലാ ദുരിതങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. 26-ാം തീയതി പാല് കാച്ച്, 25-ാം തീയതി സുന്നത്ത്. രണ്ടും കൂടി എങ്ങനെ അവൾ തരണം ചെയ്ത് കൊണ്ടുപോകാമെന്നറിയില്ല. പക്ഷെ എന്നാലും ഇന്ന് രാവിലെ ഞാൻ അവളൊരു വീഡിയോ കണ്ടു. അത് പറയുന്നുണ്ട്, ഭർത്താവിനെ കുറിച്ച് എന്നോട് ആരും ചോദിക്കരുത്, എനിക്ക് പറയാൻ ഇഷ്ടമല്ല. ആരെപ്പറ്റി അവൾ പരാതിയില്ല, ആരെപ്പറ്റിയും പറയൂല, ഒരു റിയാക്ഷനും ഇല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യത്തിയാണ് അവൾ. അപ്പോൾ ഭർത്താവിനെ കുറിച്ച് ചോദിക്കരുത്, മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കരുത്. ഒരുപാട് കഥകൾ പറയുന്ന രാവിലത്തെ വീഡിയോയിൽ പറയേണ്ടത്, ഈ ചുമരിലൊക്കെ പിടിച്ചിട്ട് എൻ്റെ തലയടിച്ചിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവൾ പറയുന്നുണ്ട് അവളെ വീഡിയോയിൽ കൂടെ. പക്ഷേ കുറച്ചൊക്കെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പൊട്ടി വരുന്നതാണ്. എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ അത് ഓർമ്മയിലേക്ക് വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണമെന്നാണ്. പക്ഷെ സത്യത്തിൽ അവൾക്ക് അതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചവൾ പറയണതല്ല. അതങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഞാൻ പറയേണ്ടി വരും. പക്ഷേ ഞാനതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം വെച്ച് പറഞ്ഞു പോകുമ്പോൾ അവൾ അറിയാതെ അവളെ വായനാട് വന്നു പോണതാണ് ആ ദുരിതങ്ങൾക്ക്. ആരെ പറ്റിയും പരാതി പറയണമെന്നോ ഇത് പറയണമെന്നില്ല. അവളെ 3 മക്കൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കണം. ആ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് പെൺകുട്ടി ജീവിച്ചു പോണത്. അതിൽ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറയേണ്ട ഉമറയ്ക്ക് പോകണം, പക്ഷേ ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് പോകുള്ളൂ, അല്ലാത്ത യൂട്യൂബ് പൈസ കൊണ്ട് ഞാൻ പോകില്ല, അത് ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മസ്റൂറ ഫാത്തിമാക്കും മുസ്താഖിനും മിക്സലിനും നജിലാക്കും എല്ലാം അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എത്തി മക്കളല്ലേ, എങ്ങനെയൊക്കെ പോയതാണെങ്കിലും ഇപ്പോൾ എത്തി മക്കളാണ്. അതിനു മുമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവരെത്തി മക്കളാണ്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അവരുന്നുണ്ടാകട്ടെ. എൻ്റെ ചാനലിൽ ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ ചാനലാണ്. ഇപ്പോൾ നമ്മൾ വിത്തിട്ട് മുളച്ച് പൊങ്ങണേ ഉള്ളൂ എന്ന് പറയണ മാതിരിയാണ്. ഒരു 10-200 ചില്ലറ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ആരെക്കുറിച്ചും ഞാൻ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമല്ല, എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാവരെക്കുറിച്ചും എല്ലാ റിയാക്ഷൻ വീഡിയോ കേൾക്കുന്നുണ്ട്, മറ്റുള്ള വീഡിയോ കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതിൽ 2 വാക്ക് നല്ലത് പറയുന്നത് തീരെ പാവം പിടിച്ച പെൺകുട്ടി. അപ്പോൾ 3 മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കണു. അപ്പോൾ അതിലേക്ക് എല്ലാവരെ കരങ്ങളുണ്ടെന്ന് പറയണു. വീടിനാണെങ്കിലും പിന്നെ അവളെ ഉമ്മയും ബാപ്പിയും അവളെ കൂടെ ഉണ്ട്, കുടുംബങ്ങൾ കൂടെ ഉണ്ട്. മാമച്ചീനെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്. ഉമ്മറയ്ക്ക് പോയപ്പോൾ പറഞ്ഞു, മാമച്ചി വന്നിട്ടാണ് വീട് പാല് കാച്ചിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ കുടുംബം കൂടെ ഉള്ളതുകൊണ്ട് അതൊരു ധൈര്യം ഉണ്ടാവും. ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് അവൾ ജീവിതത്തിൽ. 3 കൊല്ലം എന്ന് പറയുന്ന ആൾ 3 കൊല്ലം അവൾക്ക് 30 കൊല്ലം മാതിരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. കാരണം അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ അത്ര വേദന വെച്ചിട്ടാണ് ജീവിക്കണം. പക്ഷേ ഇപ്പം എല്ലാം കുറച്ച് സമാധാനമായിട്ടുണ്ട്. അവൾക്ക് വീട് എന്നുള്ളൊരു സ്വപ്നം ആയപ്പോൾ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച മാതിരി ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. വാടക കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് 30-ാം തീയതി വരും, വാടക കൊടുക്കേണ്ടി വരും. 30-ാം തീയതി ആണെങ്കിലും 15-ാം തീയതി ആണെങ്കിലും വാടക കൊടുക്കേണ്ടി വരും. അത് വല്ലാത്തൊരു കഷ്ടപ്പാടുള്ള ജീവിതമാണ്. അപ്പോൾ ഇനി ആ വാടക കൊടുക്കണ പൈസയും കൂടി ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി തിന്നാൻ കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ റബ്ബിൻ്റെ, അവൾക്കും അവളെ മക്കൾക്കും, അവളെ സഹായിച്ചവർക്കും, എല്ലാം കൊടുത്തവർക്കും എല്ലാം. ഈ പറഞ്ഞമാതിരി തന്നെ ഓരോ വീഡിയോയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ മക്കളെ കൊണ്ടും പറയിപ്പിക്കും. ആ അൽഹംദുലില്ലയൊക്കെ കൊടുത്തവർക്കും കിട്ടാതിരിക്കില്ലല്ലോ. പടച്ച റബ്ബല്ലേ ഏറ്റവും വലിയ. അപ്പോൾ അത് കിട്ടും, കൊടുത്തവർക്കും കിട്ടും, ഓൾക്കും കിട്ടും. അപ്പോൾ ഞാനിന്ന് ഒരു കുട്ടിപ്പാട്ട് പാടാം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികൾ അറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം.
എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം ആരംഭത്വഹാവിൻ അരുൾ നമ്മേളോർക്കേണം. അവശരെ കണ്ണുനീർ ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാരം. ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം ആരംഭത്വഹാവിൻ അരുൾ നമ്മേളോർക്കേണം. അവശരെ കണ്ണുനീർ ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാരം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. പിരിശത്തിൽ എല്ലാരും കൈകോർത്ത് നിന്നോളി പരിശുദ്ധ നൂറിൻ്റെ മാർഗത്തിൽ വന്നോളി. കരയുന്ന കൽബുകൾ കണ്ടിട്ടറിഞ്ഞോളി കനിവിൻ്റെ കൈ നീട്ടാൻ മുന്നാലെ നിന്നോളി. പിരിശത്തിൽ എല്ലാരും കൈകോർത്ത് നിന്നോളി പരിശുദ്ധ നൂറിൻ്റെ മാർഗത്തിൽ വന്നോളി. കരയുന്ന കൽബുകൾ കണ്ടിട്ടറിഞ്ഞോളി കനിവിൻ്റെ കൈ നീട്ടാൻ മുന്നാലെ നിന്നോളി. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം.